ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 8A റയാൻ ജോസഫാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ചാന്ദ്ര ദിനത്തിനെ കുറിച്ചാണ്. 1915 ജൂലൈ 21 മനുഷ്യരാദ്യമായിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്. നാസയുടെ അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിലൂടെയാണ് ആദ്യമായിട്ട് മനുഷ്യർ ചന്ദ്രനിലെത്തിയത്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയ മനുഷ്യർ. പ്രശാന്തിയുടെ സമുദ്രം എന്നാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര്. നീൽ ആംസ്ട്രോങ് ഈഗിളിൽ നിന്ന് വളരെ വേഗം പുറത്തിറങ്ങിയിട്ട് ചന്ദ്രനെ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യനായി. നീൽ ആംസ്ട്രോങ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയൻറ്റ് സ്റ്റെപ്പ് ഫോർ എ മാൻ കൈൻഡ് എന്ന് ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവർ രണ്ടുപേരും ചന്ദ്രനിൽ നിന്ന് സാമ്പിൾസ് ശേഖരിച്ചു. എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ ലൂണാർ മൊഡ്യൂളിൽ നിന്ന് രണ്ടുപേരും കമാൻഡ് മൊഡ്യൂളിലേക്ക് പോയി. കമാൻഡ് മൊഡ്യൂളിലെ മൈക്കൽ കോളിൻസും നീൽ ആംസ്ട്രോങ്ങും പിന്നെ എഡ്വിൻ ആൽഡ്രിനും പിന്നീട് ഉണ്ടായിരുന്നു. അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റ് 3 മൊഡ്യൂളുകളായിട്ടാണ് ഉള്ളത്. ഒരു മൊഡ്യൂളാണ് കമാൻഡ് മൊഡ്യൂള്, വേറെ മൊഡ്യൂളാണ് സർവീസ് മൊഡ്യൂള്, പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ലൂണാർ മൊഡ്യൂള്. ലൂണാർ മൊഡ്യൂളിന് ഈഗിൾ എന്നും പേരുണ്ട്. ലൂണാർ മൊഡ്യൂളാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. കമാൻഡ് മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ആ സമയത്ത് ചന്ദ്രന് ചുറ്റിനും കറങ്ങുകയായിരുന്നു. മൈക്കൽ കോളിൻസ് ആയിരുന്നു ആ സമയത്ത് കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് അപ്പോളോ 11 സ്പേസ് ക്രാഫ്റ്റിനെ നിയന്ത്രിച്ചത്. ആ സെയിം ടൈമിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിലെ സാമ്പിൾസ് എല്ലാം ശേഖരിക്കുകയായിരുന്നു. എന്നിട്ട് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും രണ്ടുപേരും തിരിച്ച് കമാൻഡ് മൊഡ്യൂളിലേക്ക് തന്നെ പോയി. അതിനുശേഷം രണ്ടുപേരും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഭൂമിയുടെ അടുത്തെത്തിയപ്പോൾ സർവീസ് മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ഡിറ്റാച്ചഡായി. കമാൻഡ് മൊഡ്യൂൾ മാത്രമാണ് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത്. സർവീസ് മൊഡ്യൂൾ ഇപ്പോൾ സ്പേസിലാണ്. ലൂണാർ മൊഡ്യൂൾ ഇപ്പോഴും ചന്ദ്രനിൽ തന്നെയുണ്ട്. മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിക്കാനായിട്ട് അമേരിക്കയാണ് ആദ്യം നോക്കിയത്. പക്ഷേ അതിനു മുമ്പേ തന്നെ സോവിയറ്റ് യൂണിയന് ചന്ദ്രനിലേക്ക് സ്പേസ് ക്രാഫ്റ്റിനെ വിടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ലൂണ 1 എന്ന സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ ചന്ദ്രനിലേക്കുള്ള ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ്. ലൂണ 1 ചന്ദ്രനിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യിക്കാനായിരുന്നു സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചത്. പക്ഷേ ലൂണ 1 ഒരു ഫെയിലിയർ ആയിരുന്നു. ചന്ദ്രനിലേക്ക് ലൂണ 1 വളരെ സ്പീഡിലാണ് പോയത്. അതിൻ്റെ അനന്തരഫലമായിട്ട് ലൂണ 1 ചന്ദ്രനിലെത്തിയില്ല. പകരം ചന്ദ്രൻ്റെ ഒരുപാട് അടുത്തുകൂടി കടന്നുപോയി. ലൂണ 1 ഫെയിലിയർ ആയിരുന്നെങ്കിലും ലൂണ 1 ആയിരുന്നു ഭൂമിയുടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ചിത്രം എടുത്ത ആദ്യത്തെ സ്പേസ്. ഭൂമി സ്വയം കറങ്ങുന്ന ചിത്രമെടുത്ത ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു ലൂണ 1. ലൂണ 1 അതുപോലെ സൂര്യൻ്റെ സോളാർ വിൻഡിനെയും സ്റ്റഡി ചെയ്തു. ലൂണ 1 ശേഷം സോവിയറ്റ് യൂണിയൻ ലൂണ 2 വിക്ഷേപിച്ചു. സോവിയറ്റ് യൂണിയൻ ലൂണ 1 ലോഞ്ചിങ് ഫെയിൽഡ് ആയതുകൊണ്ട് ലൂണ 2 ലോഞ്ചിൽ ലൂണ 2 സ്പീഡ് കുറച്ചു. അതുകൊണ്ട് ലൂണ 2 സ്ലോയിലായിരുന്നു പോയത്. അതുകൊണ്ട് ലൂണ 2 കറക്റ്റായിട്ട് തന്നെ ചന്ദ്രനിലേക്ക് എത്തി. ലൂണ 2 ചന്ദ്രനിലിട്ട് ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. മിഷൻ സക്സസ്ഫുൾ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പ്ലാന് ചന്ദ്രനിലേക്ക് ഒരു ഇമ്പാക്റ്ററിനെ അയച്ചിട്ട് ചന്ദ്രനിൽ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ കൂട്ടിയിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് ചന്ദ്രനിൽ നിന്ന് ഒരുപാട് കഷ്ണങ്ങൾ തെറിച്ചു പോകും. ഇത്തരം കഷ്ണങ്ങളെ ഭൂമിയിൽ നിന്ന് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അങ്ങനെ ചന്ദ്രനിലെ സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്നായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്ലാന്. ലൂണ 2 ശേഷം സോവിയറ്റ് യൂണിയൻ ലൂണ 3 വിക്ഷേപിച്ചു. ലൂണ 3 ചന്ദ്രനിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നില്ല. ലൂണ 3 പകരം ചന്ദ്രൻ്റെ ഫ്ലൈ ബൈ നടത്തുകയായിരുന്നു ചെയ്തത്. ചന്ദ്രൻ്റെ ഒരുപാട് അടുത്തുകൂടി ലൂണ 3 കടന്നുപോയി. അപ്പോൾ ലൂണ 3 ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡ് ആദ്യമായിട്ട് മനുഷ്യർ കാണുന്നത്. ചന്ദ്രൻ്റെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റാത്ത സൈഡാണ് ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡ്. ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിലായിട്ട് ലൂണ 3 ആദ്യമായിട്ട് മനുഷ്യർ കാണുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡ് കാണാൻ പറ്റൂലെങ്കിലും ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിലും സൂര്യപ്രകാശം എത്തുന്നുണ്ട്.
പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഡാർക്ക് സൈഡ് കാണാനായിട്ട് പറ്റൂല. ചന്ദ്രൻ്റെ ഡാർക്ക് സൈഡിലും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റിയ സൈഡിലും ഉള്ള പാർട്ടിക്കിൾസ് വേറെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. അതിന് പിന്നിലുള്ള പണ്ട് ചന്ദ്രനുമായിട്ട് ഭൂമിക്കുണ്ടായിരുന്ന വേറൊരു ഉപഗ്രഹം കൂട്ടിയിടിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാട് കഷ്ണങ്ങൾ ചിതറിപ്പോയി. ഈ കഷ്ണങ്ങളെ തിരിച്ച് ചന്ദ്രനായിട്ട് കൂട്ടിച്ചേർന്നതിൻ്റെ അനന്തരഫലമാണ് ചന്ദ്രൻ്റെ ഒരു സൈഡ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരിക്കും എന്നതാണ് ഒരു തിയറി. ആർക്കും ഷുവറായിട്ട് അറിയില്ല എന്താണ് ചന്ദ്രൻ്റെ ഒരു സൈഡ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയതെന്ന്. സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് സ്പേസ് ക്രാഫ്റ്റിനെ വിട്ടതുകൊണ്ട് നാസയ്ക്കും ചന്ദ്രനിലേക്ക് സ്പേസ് ക്രാഫ്റ്റിനെ വിടാനായിട്ട് നാസയും തീരുമാനിച്ചു. പക്ഷേ നാസ ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കാനുള്ള പ്ലാനും നാസയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ നാസ അപ്പോളോ 1 എന്ന മിഷൻ തുടങ്ങി. അപ്പോളോ 1 കുറച്ച് ആസ്ട്രോണറ്റ്സിനെ ചന്ദ്രനിലേക്ക് എത്തിക്കാനായിരുന്നു അമേരിക്കയുടെ പ്ലാന്. പക്ഷേ അപ്പോളോ 1 സ്പേസ് ക്രാഫ്റ്റ് ആകാശത്ത് വെച്ച് തന്നെ കത്തിച്ചാമ്പലായി. അതിലൂടെ അപ്പോളോ 1 എല്ലാ അമേരിക്കൻ ആസ്ട്രോണറ്റ്സും മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അമേരിക്ക അപ്പോളോ 7 എന്ന ഒരു ദൗത്യം തുടങ്ങി. അതിലൂടെ മനുഷ്യരെ സ്പേസിലേക്ക് എത്തിക്കാനായിരുന്നു അമേരിക്ക നോക്കിയത്. ചന്ദ്രനിൽ എത്തിക്കാനൊന്നും ആയിരുന്നില്ല അപ്പോളോ 7 പ്ലാന്. പക്ഷേ സ്പേസിലേക്ക് എത്തിക്കാനായിട്ട് അമേരിക്കക്ക് സാധിച്ചു. പിന്നീട് അമേരിക്ക അപ്പോളോ 7 വിജയകരമായതുകൊണ്ട് തന്നെ അമേരിക്ക പിന്നെയും പല പല മിഷൻസ് നടത്തി. അങ്ങനെ അപ്പോളോ 11 സക്സസ്ഫുള്ളി മനുഷ്യരെ അമേരിക്ക അപ്പോളോ 11 ചന്ദ്രനിലേക്ക് എത്തിച്ചു. അപ്പോളോ 11 കഴിഞ്ഞിട്ട് പിന്നെയും പല പല മിഷൻസിൽ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അമേരിക്ക അയച്ചു. സാറ്റൻ 5 റോക്കറ്റിലാണ് എല്ലാ അപ്പോളോ ദൗത്യങ്ങളും അമേരിക്ക ചെയ്തത്. ഇന്ന് സാറ്റൻ 5 റോക്കറ്റൊന്നും ഉപയോഗിക്കാറില്ല. കാരണം സാറ്റൻ 5 റോക്കറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോക്കറ്റുകളാണ്. ആ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ കത്തിച്ചാമ്പലാകും. അതുകൊണ്ട് സാറ്റൻ 5 റോക്കറ്റുകൾ ഇന്ന് ഉപയോഗിക്കാറില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്ത് അതിനേക്കാളും പവർഫുള്ളായ റോക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ്റൻ 5 റോക്കറ്റായിരുന്നു ചന്ദ്രനിലേക്ക് മനുഷ്യരെത്തിക്കാനായിട്ട് അമേരിക്ക ഉപയോഗിച്ചത്. അപ്പോളോ സ്പേസ് ക്രാഫ്റ്റുകളിൽ ചന്ദ്രനിലേക്ക് ഒരുപാട് തവണ മനുഷ്യരെ എത്തിക്കാനായിട്ട് അമേരിക്കക്ക് പറ്റി. അതിലൂടെ ചന്ദ്രന് ഒരുപാട് സാമ്പിൾസും അമേരിക്ക ശേഖരിച്ചു. ഈ സാമ്പിൾസിലെ ഓക്സിജൻ ഐസോട്ടോപ്പ് ഭൂമിയിലെ മണ്ണിൽ എത്രത്തോളം ഓക്സിജൻ ഐസോട്ടോപ്പ് ഉണ്ട് അത്രയും തന്നെയാണ് ചന്ദ്രനിലുള്ള സാമ്പിൾസിലുള്ള ഓക്സിജൻ ഐസോട്ടോപ്പും. അതായത് ഭൂമിയിലും ചന്ദ്രനിലും ഒരേ കോമ്പൻസേഷനാണ് ഉള്ളത്. സോ ചില സയൻറ്റിസ്റ്റുമാർ തിയറൈസ് ചെയ്തത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തെയ എന്ന പേരുള്ള ഒരു പ്ലാനറ്റ് ഭൂമിയുമായിട്ട് കൂട്ടിയിടിച്ചു. അങ്ങനെ കൂട്ടിയിടിച്ചപ്പോൾ ഭൂമിയിൽ നിന്നും തെയയിൽ നിന്നും ഒരുപാട് കഷ്ണങ്ങൾ തെറിച്ചുപോയി. ഈ കഷ്ണങ്ങളാണ് ചന്ദ്രനായിട്ട് മാറിയതെന്നാണ് ഒരു തിയറി. അതുപോലെ തന്നെ വേറെയും കുറേ തിയറികളുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ചന്ദ്രന് ഇങ്ങനൊരു കൊളിഷനിൽ നിന്നുണ്ടായി എന്നതാണ്. ഈ തെയ എന്ന പ്ലാനറ്റ് എവിടെ നിന്നാണ് വന്നത് എന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇനി തെയയിലെ കമ്പോസിഷൻ മനസ്സിലാക്കുന്നതിലൂടെ ഇനി ഫ്യൂച്ചറിൽ തെയ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്ലാനറ്റ് ഔട്ടർ സോളാർ സിസ്റ്റത്തിലാണെങ്കിൽ അതിൽ ഒരുപാട് കൂടുതലായിരിക്കും അതിലെ വെള്ളവും അതിലെ അമോണിയയും. ഔട്ടർ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആസ്ട്രോയിഡ് ബെൽറ്റിന് പുറത്തുള്ള സ്ഥലമാണ് ഔട്ടർ സോളാർ സിസ്റ്റം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിലുള്ളത് ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണുമാണ്. ഈ പ്ലാനറ്റുകൾക്ക് ചുറ്റിനുമുള്ള ഉപഗ്രഹങ്ങളിലെല്ലാം വലിയ അളവിൽ വെള്ളവും ഐസുമുണ്ട്. ഈ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലും സാറ്റൻ്റെ ഉപഗ്രഹമായ എൻസെലാഡസിലും വലിയ അളവിൽ ഐസുണ്ട്. ഇതിൽ വലിയ അളവിൽ വെള്ളമെല്ലാം ഔട്ടർ സോളാർ സിസ്റ്റത്തിലുള്ള ഉപഗ്രഹങ്ങളിലും അവിടുത്തെ ആസ്ട്രോയിഡുകളിലും എല്ലാം ഉള്ളതാണ്. ഇന്നർ സോളാർ സിസ്റ്റത്തിൽ കമ്പാരിറ്റീവ്ലി അത്രയും വലിയ അളവിൽ വെള്ളമുള്ളതല്ല. ഭൂമിയുള്ളത് ഇന്നർ സോളാർ സിസ്റ്റത്തിലാണ്. അതിലെ ചൂട് ഇന്നർ സോളാർ സിസ്റ്റത്തിൽ ചൂട് ഒരുപാട് കൂടുതലാണ്. കൂടുതലും വെള്ളമുള്ളത് ഔട്ടർ സോളാർ സിസ്റ്റത്തിലാണ്. സോ തെയയിൽ വലിയ അളവിൽ വെള്ളമുണ്ടെങ്കിൽ ചിലപ്പോൾ തെയ ഔട്ടർ സോളാർ സിസ്റ്റത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ സ്റ്റിൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിലുള്ള ആസ്ട്രോയിഡുകളും സെൻറ്റോറസുകളും തെയയുമായിട്ട് കൂട്ടിയിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൂട്ടിയിടിയുടെ ഫലമായിട്ടായിരിക്കും ചിലപ്പോൾ തെയയിൽ വെള്ളം എത്തിയിട്ടുണ്ടാവുക. ഭൂമിയിലേക്ക് വെള്ളം എത്തിയത് മിക്കപ്പോഴും ആസ്ട്രോയിഡുകളിൽ നിന്നായിരിക്കും.
ഔട്ടർ സോളാർ സെൻറ്റോറസുകളും ഔട്ടർ സോളാർ ആസ്ട്രോയിഡുകളുമെല്ലാം ഭൂമിയുമായിട്ട് ചിലപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടിയിടിച്ചിട്ടുണ്ടാവും. ഈ ആസ്ട്രോയിഡുകളിൽ നിന്നായിരിക്കും ഭൂമിയിലുള്ള ഓർഗാനിക് മോളിക്യൂൾസും അതുപോലെ വെള്ളവും എത്തിയിട്ടുണ്ടാവുകയെന്നാണ് തിയറി. പക്ഷേ സോളാർ എല്ലാ ആസ്ട്രോയിഡുകളുടെ ടോട്ടൽ സൈസും ഭൂമിയുടെ അത്രയും സൈസ് അല്ല. സോ ഭൂമിയിലുള്ള അത്രയും വെള്ളം ആസ്ട്രോയിഡുകളിൽ നിന്ന് വന്നെയാണോ എന്ന് വേറെ ചില സയൻറ്റിസ്റ്റുമാർക്ക് സംശയമുണ്ട്. വേറെ ചില സയൻറ്റിസ്റ്റുമാർ പറയുന്നത് ഭൂമിയിലുള്ള വെള്ളം സൂര്യൻ്റെ സോളാർ വിൻഡിൽ നിന്നുമാണ് ഭൂമിയിലെത്തിയത് എന്നാണ്. അതുപോലെ തന്നെ ഭൂമിയിലെ ഈ തിയയിലെ കോമ്പോസിഷൻ സ്റ്റഡി ചെയ്യുന്നതിലൂടെ തെയ എന്ന പ്ലാനറ്റ് എവിടെ നിന്നാണ് വന്നതെന്ന് ഫ്യൂച്ചറിൽ സയൻറ്റിസ്റ്റുമാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചന്ദ്രൻ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണിപ്പോൾ. അതിനു കാരണം ഭൂമി കറങ്ങാനായിട്ട് 24 മണിക്കൂർ പിടിക്കും. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റിനും ഒരു തവണ കറങ്ങാനായിട്ട് കുറേ ദിവസങ്ങൾ പിടിക്കുന്നതാണ്. അതിൻ്റെ അനന്തരഫലമായിട്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മിക്ക പ്ലാനറ്റുകളിലും. ഇപ്പം മാർസിന് ചുറ്റിനും 2 ഉപഗ്രഹങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം മാർസ് സ്വയം കറങ്ങാൻ എത്ര സമയം പിടിക്കും അതിനേക്കാൾ പെട്ടെന്ന് മാർസിന് ചുറ്റിനും ഓർബിറ്റ് ചെയ്യും. ആ ഒരു ഉപഗ്രഹമാണ് ഫോബോസ്. അതുകൊണ്ട് ഫോബോസ് മാർസിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു ഉപഗ്രഹമാണ് ഡീമോസ്. മാർസ് ഒരു തവണ കറങ്ങാൻ എത്ര നേരം പിടിക്കും അതിനേക്കാൾ കൂടുതൽ നേരം പിടിക്കും ഡെയ്മോസ് ഒരു തവണ മാർസിന് ചുറ്റിനും കറങ്ങാൻ. അതുകൊണ്ട് ഡീമോസ് മാർസിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരിക്കും സാറ്റർൻ്റെ ഉപഗ്രഹമായ ടൈറ്റനും സാറ്റർണിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിലായിരിക്കും മിക്ക ഉപഗ്രഹങ്ങളും ഉണ്ടായിരിക്കുക. കറൻ്റ്ലി ഈ ചന്ദ്രനും ഭൂമിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രൻ ഭൂമിയുടെ അടുത്തായിരുന്നു നിലനിന്നിരുന്നത്. വേറെയും നക്ഷത്രങ്ങൾക്ക് ചുറ്റിനും പ്ലാനറ്റുകളുള്ളതാണ്. ഇത്തരം പ്ലാനറ്റുകളാണ് എക്സോ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലെ എക്സോ പ്ലാനറ്റുകൾക്ക് ഭൂമിക്ക് ചുറ്റിനും ഉപഗ്രഹങ്ങളുള്ളതുപോലെ ചിലപ്പോൾ ഇത്തരം എക്സോ പ്ലാനറ്റുകൾക്ക് ചുറ്റിനും ഉപഗ്രഹങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്തരം ഉപഗ്രഹങ്ങളാണ് എക്സോ മൂൺസ്. ഓരോ എക്സോ പ്ലാനറ്റിന് ചുറ്റിനും ഇതുവരെ എക്സോ മൂൺ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് കാൻഡിഡേറ്റുകളുണ്ട്. അത്തരത്തിലുള്ള കാൻഡിഡേറ്റുകളിൽ ഒരു കാൻഡിഡേറ്റാണ് കെപ്ലർ 1625b. കെപ്ലർ 1625bയുടെ പ്രത്യേകത, കെപ്ലർ 1625bനെ സയൻറ്റിസ്റ്റുമാർ അതിൻ്റെ ട്രാൻസിറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നക്ഷത്രത്തിൻ്റെ മുമ്പിൽ കൂടി അതിൻ്റെ ഗ്രഹം കടന്നു പോവുകയാണെങ്കിൽ നക്ഷത്രത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തിരി ഡിം ആകും. ഇതാണ് ട്രാൻസിറ്റ്. ട്രാൻസിറ്റിനെ ഓസ്കൾട്ടേഷൻ എന്നും പറയും. അങ്ങനെ കെപ്ലർ 1625bയുടെ ട്രാൻസിറ്റ് സയൻറ്റിസ്റ്റുമാർ നോക്കുമ്പോൾ കെപ്ലർ 1625bയുടെ ട്രാൻസിറ്റ് ഇത്തിരി ഡിലേഡായി. അതിന് കാരണമെന്ന് ആർക്കും അറിയില്ല. പിന്നീട് നടത്തിയ സ്റ്റഡീസിലൂടെ കെപ്ലർ 1625bയുടെ ട്രാൻസിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ഒരു അൺനോൺ സെലസ്റ്റിയൽ ബോഡിയുടെ ട്രാൻസിറ്റ് നടന്നുവെന്ന് കണ്ടെത്തി. ചിലപ്പോൾ കെപ്ലർ 1625bക്ക് ചുറ്റിനും നെപ്റ്റ്യൂണിൻ്റെ അത്രയും വലിപ്പമുള്ള ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. താങ്ക് യു.